നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ജൂലൈ മാസം 27-ാം തീയതി ഞായറാഴ്ച. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്തെത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ഈ മാസം 29-ാം തീയതി വരെ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടിടങ്ങളിൽ നാളെ വരെ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 28-ാം തീയതി കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 29-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: UPI ചട്ടങ്ങളിൽ മാറ്റം വരുത്തി നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI. ഓഗസ്റ്റ് 1 മുതലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ബാലൻസ് പരിശോധിക്കുന്നതിലും പേയ്മെൻറ്റ് സ്റ്റാറ്റസ് നോക്കുന്നതിലുമൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. UPI ആപ്പുകളിൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് NPCI ഈ പുതിയ മാറ്റങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ ഉൾപ്പെടെയുള്ള പേയ്മെൻറ്റ് ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് പുതിയ ചട്ടങ്ങൾ ബാധകമായിരിക്കുമെന്നും NPCI വ്യക്തമാക്കി. UPI ഇടപാടുകളുടെ വിശ്വാസ്യത, അതോടൊപ്പം തന്നെ സുരക്ഷ, വേഗം എന്നിവ വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്നും NPCI അറിയിച്ചു. ഓഗസ്റ്റ് 1 മുതൽ പേയ്മെൻറ്റുകൾ നടത്തുന്നത്, ഓട്ടോ പേ, അതുപോലെ തന്നെ ബാലൻസ് പരിശോധന എന്നിവയിലൊക്കെ തന്നെ ഉൾപ്പെടെ മാറ്റങ്ങൾ നിലവിൽ വരുന്നതായിരിക്കും. ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ ഒരു ദിവസം 25 തവണ മാത്രമേ ഉപയോക്താക്കൾക്ക് കാണാനായിട്ട് കഴിയുകയുള്ളൂ. മാത്രമല്ല, പുതിയ ചട്ടങ്ങൾ നിലവിൽ വരുന്നതോടുകൂടി ഒരു ദിവസം 50 തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാനായിട്ട് സാധിക്കൂ. 3 തവണ മാത്രമേ ഒരു ഇടപാടിൻ്റെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഉപയോക്താക്കൾക്ക് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. വിവിധ പ്ലാറ്റ്ഫോമുകളിലെ ഓട്ടോ പേ ഇടപാടുകൾക്ക് നിശ്ചിത സമയപരിധി നൽകുന്നതടക്കമുള്ള കാര്യങ്ങളാണ് മാറ്റം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 25-ാം തീയതി തന്നെ തുക പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറി എന്ന സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ വ്യക്തിഗത സ്റ്റാറ്റസ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. എങ്കിലും ഈ തുക പലരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതുവരെയായിട്ടും ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, സാധാരണഗതിയിലൊക്കെ തുക അക്കൗണ്ടിലേക്ക് കൈമാറി എന്ന് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ 1-2 മണിക്കൂറുകൾക്കകം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആവുന്നതാണ്. എന്നാൽ ഇന്നലെ ശനിയാഴ്ചയാണ്, ഇന്ന് ഞായറാഴ്ചയാണ്. ഇനി വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക. കാരണം ശനിയാഴ്ചയും ഞായറാഴ്ചയും ബാങ്ക് അവധിയാണ്. അതുകൊണ്ട് തന്നെ ഇനി വിതരണം പുനരാരംഭിക്കുന്നത് തിങ്കളാഴ്ച മുതലായിരിക്കും എന്ന കാര്യം എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് മസ്റ്ററിങ് ചെയ്തവർക്കും അതുപോലെ ചെയ്യാത്തവർക്കുമൊക്കെ തന്നെ ജൂലൈ മാസം പെൻഷൻ തുക അത് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. യാതൊരു തടസ്സവും കൂടാതെ നിങ്ങൾക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും. ഇന്ന് ഞായറാഴ്ച ബാങ്ക് നിലവിൽ പ്രവൃത്തി ദിവസം അല്ലാത്തത് കാരണമാണ് ഇപ്പോൾ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് തുക ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന അറിയിപ്പുകൾ, കൃത്യമായിട്ട് സ്ഥിരീകരിക്കാത്ത അറിയിപ്പുകൾ വരാത്തത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കുക. തിങ്കളാഴ്ച മുതൽ തന്നെ നിങ്ങൾക്ക് തുക വിതരണം വീണ്ടും പുനരാരംഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ജൂലൈ മാസം 31-ന് മുൻപ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഈ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നാണ് സർക്കാരിൻ്റെ ഉത്തരവിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ഓണത്തിന് സർക്കാർ 6 ലക്ഷം കുടുംബങ്ങൾക്ക്, മഞ്ഞ കാർഡ് ഉടമകൾക്ക് 15 ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായിട്ട് വിതരണം ചെയ്യും. ഓഗസ്റ്റ് മാസം അവസാനത്തോടെയായിരിക്കും ഓണക്കിറ്റ് വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. 1/2 ലിറ്റർ വെളിച്ചെണ്ണയും 1/2 കിലോ പഞ്ചസാരയും, ചെറുപയർ പരിപ്പ്, സേമിയ പായസം മിക്സ്, മിൽമ നെയ്യ്, കശുവണ്ടി പരിപ്പ്, സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, തേയില, ചെറുപയർ, തുവരപ്പരിപ്പ്, പൊടിയുപ്പ്, തുണിസഞ്ചി എന്നിവ കിറ്റിലുണ്ടാകും. അതുപോലെ തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ 4 അംഗങ്ങൾക്ക് ഒരു കിറ്റ് സൗജന്യമായിട്ട് ലഭിക്കും. നീല കാർഡുകൾക്ക് 10 കിലോയും വെള്ള കാർഡുകൾക്ക് 15 കിലോയും അരി 10 രൂപ 90 പൈസ നിരക്കിൽ നൽകുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തെ 53 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. 94 ലക്ഷം കാർഡുകൾക്ക് 10 കിലോ കെയർ റൈസ് 25 രൂപ നിരക്കിൽ നൽകും. നിലവിൽ 29 രൂപയ്ക്ക് നൽകുന്ന അരിയാണിത്. സംസ്ഥാന വ്യാപകമായിട്ട് സപ്ലൈകോ ഓണച്ചന്തകളും നടത്തുന്നതായിരിക്കും. ഇക്കുറി തിരുവനന്തപുരത്തിന് പുറമെ ആയിട്ട് പാലക്കാട്ടും മെഗാ ഫെയർ സംഘടിപ്പിക്കുന്നതാണ്. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂലൈ 26 ശനിയാഴ്ച സ്വർണ്ണവില കുറഞ്ഞു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ പുറത്തുവിട്ട പുതിയ നിരക്ക് പ്രകാരം 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 50 രൂപ കുറഞ്ഞ് 9160 രൂപയിലും 1 പവൻ സ്വർണ്ണത്തിന് 73,280 രൂപയിലുമാണ് ഇന്നലെ വ്യാപാരം പുരോഗമിച്ചത്. ജൂലൈ 25 വെള്ളിയാഴ്ചയും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം.
കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.